സോ സ്മാർട്ട് ഫോൺ മാർക്കറ്റിലേക്ക് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള രണ്ട് സ്മാർട്ട് ഫോൺസ് നത്തിങ്ങിന്റെ നത്തിങ് ഫോൺ 2എയും അതുപോലെ ഐക്യു ലോഞ്ച് ചെയ്തിട്ടുള്ള ഐക്യുവിന്റെ Z9 5G എന്ന സ്മാർട്ട് ഫോൺസിന്റെ സ്പെസിഫിക്കേഷൻ വൈസ് ഉള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ കിടിലൻ വീഡിയോസിന് വേണ്ടി നിങ്ങൾക്ക് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ആയിട്ട് രണ്ട് സ്മാർട്ട് ഫോണിന്റെയും ബിൽഡ് ക്വാളിറ്റിയിലേക്ക് നോക്കുവാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോണിനകത്തും ഫ്രണ്ടിലായിട്ട് ഗ്ലാസ് പാനലും ബാക്കിലായിട്ട് പ്ലാസ്റ്റിക് ബാക്ക് പാനലും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ വ്യത്യാസം വരുന്നത് വെയിറ്റിലാണ്. നത്തിങ്ങിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 190 ഗ്രാംസും ഐക്യുവിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 188 ഗ്രാംസും ആണ്. ഈ രണ്ട് സ്മാർട്ട് ഫോണിന്റെയും പ്രൊട്ടക്ഷൻ വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് നത്തിങ്ങിനകത്ത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐക്യുലേക്ക് വരുന്ന സമയത്ത് ഡ്രാഗോ ട്രെയിൽ സ്റ്റാർ 2+ എന്ന് പറഞ്ഞ പ്രൊട്ടക്ഷനും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ രണ്ട് സ്മാർട്ട് ഫോണിനകത്തും IP54ന്റെ റേറ്റിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓരോ സ്പെസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ഏത് സ്മാർട്ട് ഫോൺ ആണ് അതിലെ ബെറ്റർ ആയിട്ടുള്ളത് അതിന് നമ്മൾ ഒരു പോയിന്റ് വെച്ച് കൊടുക്കുന്നതായിരിക്കും. ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റേ സ്മാർട്ട് ഫോണിൽ നോക്കുവാണെങ്കിൽ ഞാൻ അത്രയും കേട്ടിട്ടില്ലാത്ത ഒരു പ്രൊട്ടക്ഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നത്തിങ് ആയിരിക്കും ഇതിനകത്ത് വിന്നർ ആയിട്ടുള്ളത്. അപ്പോൾ നത്തിങ്ങിന് നമ്മൾ ഒരു പോയിന്റ് കൊടുക്കിയിരിക്കുകയാണ്. സോ നെക്സ്റ്റ് കാറ്റഗറിയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ സെക്ഷനിലേക്ക് വരുന്നത്. നത്തിങ്ങിന്റെ സ്മാർട്ട് ഫോണിന്റെ കാര്യം പറയുവാണെങ്കിൽ 6.7 ഇഞ്ചസിന്റെ AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 1 ബിറ്റ് കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും അതുപോലെ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിസ്പ്ലേക്കകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ഈ ഒരു ഡിസ്പ്ലേക്കകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ആയിട്ട് ഐക്യുവിന്റെ ഭാഗത്തിലേക്ക് വരുവാണെങ്കിൽ 6.67 ഇഞ്ചസിന്റെ AMOLED സ്ക്രീൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും HDR-ഉം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1800 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഡിസ്പ്ലേക്കകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും ഈ ഡിസ്പ്ലേക്കകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേന്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ട് സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫൈഡ് വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത് നത്തിങ്ങിനാണ്. അപ്പൊ ഇവിടുത്തെ ക്ലിയർ വിന്നർ എന്ന് പറയുന്നത് നത്തിങ് ആയിരിക്കും. അപ്പൊ നത്തിങ്ങിന് നമ്മൾ ഒരു പോയിന്റ് കൊടുത്തിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഈ സ്മാർട്ട് ഫോൺസിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആണ് ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ ഐക്യുവിന്റെ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യമായിട്ട് 50 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ലെൻസ് വിത്ത് OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 4K 30 FPS മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ സെൽഫിയിലേക്ക് വരുന്ന സമയത്ത് 16 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്യാമറ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് 1080p നമുക്ക് 30 FPS മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ആയിട്ട് നത്തിങ് സ്മാർട്ട് ഫോണിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്ത് ഡ്യുവൽ ക്യാമറ സെയിം സെറ്റപ്പ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 50 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ലെൻസ് ആണ് ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. വിത്ത് OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് 50 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് ആണ് നെക്സ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വീഡിയോ കേപ്പബിലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് 4K 30 FPS നമുക്ക് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് സെൽഫി ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 32 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ലെൻസ് ആണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 1080p 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ സ്പെസിഫിക്കേഷൻസ് വൈസ് നോക്കുവാണെങ്കിൽ രണ്ട് ക്യാമറയ്ക്കകത്ത് നമുക്ക് 4K 30 FPS മെയിൻ ക്യാമറ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ സെൽഫിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നത്തിങ് സ്മാർട്ട് ഫോണിനകത്ത് 1080p 60 FPS മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടുത്തെ ക്ലിയർ വിന്നർ എന്ന് പറയുന്നത് നമ്മുടെ നത്തിങ് സ്മാർട്ട് ഫോൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പോയിന്റ് നമുക്ക് നത്തിങ്ങിന് കൊടുക്കാം. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിന്റെ മെയിൻ പാർട്ട് ആയിട്ടുള്ള പ്രൊസസർ പാർട്ടിലേക്കാണ് ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ നത്തിങ്ങിന്റെ പ്രൊസസർ നോക്കുവാണെങ്കിൽ MediaTekന്റെ Dimensity 7200 Pro എന്ന് പറഞ്ഞ 4nm സപ്പോർട്ട് ചെയ്യുന്ന ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒക്ടാകോർ ആണ് CPU വന്നിട്ടുള്ളത്. ആൻഡ് G610 MC4 ആണ് GPU പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ്രോയിഡിന്റെ 14ഉം അതുപോലെ നത്തിങ്ങിന്റെ OS ആയിട്ടുള്ള 2.5.3 വെർഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൊസസറിന്റെ പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ അതിലെ അണ്ടുണ്ടു സ്കോറിലേക്ക് വരുവാണെങ്കിൽ അപ് ടു 6,19,000+ ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ഐക്യുലേക്ക് ചെക്ക് ചെയ്യുവാണെങ്കിൽ MediaTekന്റെ Dimensity 7200 4nm ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒക്ടാകോർ CPU G610 MC4 ആണ് GPU ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ്രോയിഡിന്റെ 14ഉം അതുപോലെ FunTouch 14ഉം ആണ് UI ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അണ്ടുണ്ടു സ്കോർ അല്ലെങ്കിൽ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ അപ് ടു 7 ലക്ഷത്തിന് മുകളിലോട്ടാണ് ഇതിന്റെ സ്കോർ കാണിക്കുന്നത്. സോ ഇവിടെ വരുന്ന സമയത്ത് പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ഐക്യുന്റെ സ്മാർട്ട് ഫോൺ ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ഈ രണ്ട് സ്മാർട്ട് ഫോണിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. പേരിന് മാത്രമാണ് ചെറിയൊരു വ്യത്യാസം ഉള്ളത്. പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ഐക്യുന്റെ ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ ഐക്യുനാണ് ഒരു പോയിന്റ് കൊടുക്കാൻ പറ്റുന്നത്. എന്നാൽ സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ ഐക്യുനകത്ത് ബ്ലോട്ട്വെയർസ് ഒക്കെ അത്യാവശ്യമുണ്ട്. പക്ഷേ നത്തിങ്ങിന്റെ OSലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിൽ നത്തിങ്ങിനാണ് ഒരു പോയിന്റ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് ബാറ്ററി ബാക്കപ്പിന്റെ സെക്ഷൻ ചെക്ക്ഔട്ട് ചെയ്യുവാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോണിനകത്തും 5000 mAh ബാറ്ററി ബാക്കപ്പ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നത്തിങ്ങിന്റെ സ്മാർട്ട് ഫോണിലേക്ക് നോക്കുന്ന സമയത്ത് 45 വാട്ട്സിന്റെ വയർഡ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു 23 മിനിറ്റ് നിങ്ങൾ ചാർജ് ചെയ്യാൻ എടുക്കുവാണെങ്കിൽ 50% കംപ്ലീറ്റ് ആവുന്നതാണ്. അതുപോലെ നമ്മുടെ നത്തിങ്ങിന്റെ സ്മാർട്ട് ഫോണിന്റെ ബോക്സിനകത്ത് ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ നെക്സ്റ്റ് ആയിട്ട് ഐക്യുലേക്ക് വരുന്ന സമയത്ത് 44 വാട്ട്സിന്റെ വയർഡ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 30 മിനിറ്റ് കൊണ്ട് നമുക്ക് 50% കവർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു ബോക്സിനകത്ത് ഐക്യുന്റെ ബോക്സിനകത്ത് അവർ ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ട് സ്മാർട്ട് ഫോണിനകത്തും അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് ഏത് സ്മാർട്ട് ഫോണിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി അല്ലെങ്കിൽ സ്പീഡ് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിംഗ് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ അതായത് കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് ചാർജ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നത്തിങ്ങിന്റെ സ്മാർട്ട് ഫോൺ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി
അതല്ല നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി, അതായത് നിങ്ങൾക്ക് പ്രൊഡക്റ്റിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ചാർജ് കൊണ്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണി എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ IQ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. സോ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് സ്മാർട്ട് ഫോണും ഈക്വൽ ആയിട്ടുള്ള പോയിന്റ്സ് കൊടുക്കേണ്ടി വരും. സോ മറ്റ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ഫീച്ചേഴ്സ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നോക്കുവാണെങ്കിൽ IQന്റെ സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് NFC അവൈലബിൾ അല്ല. USB Type-C 2 പോർട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലെ ബ്ലൂടൂത്തിന്റെ 5.3 വെർഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്, പക്ഷേ ഹെഡ്ഫോൺ ജാക്സ് അവൈലബിൾ അല്ല. ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് രണ്ടും 5G സ്മാർട്ട് ഫോൺസ് ആണ്. അതുപോലെ IQന്റെ സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് മെമ്മറി എക്സ്പാൻഷൻ അവൈലബിൾ ആണ്. ആൻഡ് നത്തിങ്ങിന്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് NFC അവൈലബിൾ ആണ്, USB Type-C 2 പോർട്ട്, ബ്ലൂടൂത്തിന്റെ 5.3 വെർഷൻ. അതുപോലെ ഇതൊരു 5G സ്മാർട്ട് ഫോൺ ആണ് വിത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്, പക്ഷേ ഹെഡ്ഫോൺ ജാക്ക് അവൈലബിൾ അല്ല. അതിനോടൊപ്പം തന്നെ മെമ്മറി എക്സ്പാൻഷനും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അവൈലബിൾ അല്ല. ഈ ഒരു ഫീച്ചേഴ്സ് വെച്ച് നോക്കുവാണെങ്കിലും ഈ രണ്ട് സ്മാർട്ട് ഫോൺ നമ്മൾ ഈക്വൽ പോയിന്റ്സ് കൊടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ IQന്റെ സ്മാർട്ട് ഫോൺ നോക്കുവാണെങ്കിൽ നമുക്ക് NFC അവൈലബിൾ അല്ല. അതുപോലെ നത്തിങ്ങിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് മെമ്മറി എക്സ്പാൻഷൻ അവൈലബിൾ അല്ല. മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ എക്സാക്ട് സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് NFC എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഒരു ഫീച്ചർ മെയിൻ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് IQന്റെ സ്മാർട്ട് ഫോണിന് പകരം നത്തിങ് ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അതല്ല നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യണം, അതായത് നിങ്ങൾക്ക് മെമ്മറി എക്സ്പാൻഷൻ അവൈലബിൾ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IQ ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. സോ അതുകൊണ്ട് തന്നെ രണ്ട് സ്മാർട്ട് ഫോണിൽ നമ്മൾ ഈക്വൽ പോയിന്റ്സ് കൊടുക്കുകയാണ്. സോ ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ അവൈലബിലിറ്റി, അതായത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഏതൊക്കെ റാം വേരിയന്റിലാണ് അതുപോലെ ഇതിന്റെ പ്രൈസിംഗ് ആണ് ചെക്ക് ചെയ്യുന്നത്. നത്തിങ്ങിന്റെ സ്മാർട്ട് ഫോൺ നോക്കുവാണെങ്കിൽ നമുക്ക് 24,000 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ 8GB RAM to 12GB RAM വരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജിലേക്ക് വരുവാണെങ്കിൽ 128GB RAM തൊട്ട് മാക്സിമം ആയിട്ടുള്ള 256GB RAM വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് IQലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഒരു IQന്റെ സ്മാർട്ട് ഫോൺ 20,000 രൂപയ്ക്കാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 8GB RAM മാത്രമാണ് നമുക്ക് ഒരു വേരിയന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ സ്റ്റോറേജിലേക്ക് വരുവാണെങ്കിൽ 128GB സ്റ്റാർട്ടിംഗ് സ്റ്റോറേജും മാക്സിമം ആയിട്ടുള്ള 256GB സ്റ്റോറേജും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് മെമ്മറി എക്സ്പാൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ അപ് ടു 1TB എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഫൈനലായിട്ട് ഈ രണ്ട് സ്മാർട്ട് ഫോണും ആ ഒരു ലോഞ്ച് ചെയ്തേക്കുന്ന പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഏറ്റവും കൂടുതലും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതല്ലെങ്കിൽ ഈ രണ്ട് സ്മാർട്ട് ഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പെർഫോമൻസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് IQനാണ്. സോ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് IQ തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പക്ഷേ IQലേക്ക് വരുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ബ്ലോട്ട് വേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഇനി നത്തിങ്ങിലേക്ക് വരുന്ന സമയത്ത് IQന്റെ ഏകദേശം അടുത്തുള്ള പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ അതുപോലെ അത്യാവശ്യം നല്ല പെർഫോമൻസ് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ നത്തിങ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അതിന് അതുപോലെ നമ്മൾ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞ സമയത്ത് പോയിന്റ് വെച്ചിട്ടാണ് അതിൽ സ്പെസിഫൈ ചെയ്തത്. സോ സ്പെസിഫിക്കേഷൻസ് വെച്ച് നോക്കുവാണെങ്കിൽ നത്തിങ്ങിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ്, അതായത് 5 പോയിന്റ്സ് ആണുള്ളത്. IQന് 3 പോയിന്റ്സും ആണുള്ളത്. ആൻഡ് ഫൈനലി അതൊക്കെയാണ് നമ്മുടെ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഒരിക്കലും ഈ ഒരു വീഡിയോ യൂസർ റിവ്യൂ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ അല്ല. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺസിന്റെ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടുള്ള ഒരു കോൺവെർസേഷൻ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. സോ ദെൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിനും വെച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.